മുംബൈയിലെ തിരക്കിലും തിക്കിലും മീന എന്ന് പറയുന്ന പാവപ്പെട്ടവൾ മാഗി ഓംലെറ്റ് ഉന്തുവണ്ടിയിൽ വിൽക്കും. മീനയുണ്ടാക്കുന്ന മാഗി ഓംലെറ്റിന് നല്ല പേരായിരുന്നു. മോനെ, മസാല കുറച്ചിടണോ കൂടുതലിടണോ? സാധാരണ ഇടുന്ന മസാല മതി. പിന്നെ മസാലയ്ക്ക് കുറച്ച് എരിവും കൂടെ വേണം. മീന, ഒരു കാര്യം പറയാം. നിങ്ങളുണ്ടാക്കുന്ന മാഗി ഓംലേറ്റും എല്ലാം വളരെ രുചികരമാണ്. എത്ര നാളായി നിങ്ങൾ ഈ കച്ചവടം തുടങ്ങിയിട്ട്? ചേട്ടാ, 5 വർഷത്തിന് മുകളിലായി. ആദ്യം മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ജോലിയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ കെട്ടിയവന് വയ്യാതായപ്പോ വേറെ വീട്ടിൽ പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിള്ളേരും ചെറുതല്ലേ. പിന്നെ ഞാൻ വീട്ടുജോലിയൊക്കെ വിട്ടു ചേട്ടാ. പിന്നീട് ഒരു ദിവസം വീട്ടിൽ ഞാൻ വെറുതെ മാഗി ഓംലെറ്റ് ഉണ്ടാക്കിയപ്പോ അതെല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ഈ ജോലി തുടങ്ങി. ജോലി ചെയ്ത് ഇത്രയും വർഷം കടന്നുപോയത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ എന്തു കിട്ടുന്നോ അത് വച്ച് വീടൊക്കെ കഴിഞ്ഞു പോണു. മീന ആന്റി, കഷ്ടപ്പെടുന്നതിന്റെ ഫലം ഉണ്ടാവും. ആന്റിയാണെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ? ഒരു ദിവസം നിങ്ങളുടെ ഈ ഒരു കാര്യം പ്രശസ്തമാകും. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വരും മാഗി ഓംലെറ്റ് തിന്നാൻ. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന്റെ വീഡിയോ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇടാം. എനിക്കാണെങ്കിൽ പുതിയ പുതിയ ആഹാരം ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാ. എനിക്കൊരു പേജ് ഉണ്ട്, ഞാൻ അതിൽ നിങ്ങളെക്കുറിച്ച് എഴുതാം. വെയിറ്റ് ചെയ്യേ. മീനയ്ക്കിത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ആ കുട്ടി മീനയുടെ ഒരു വീഡിയോ ഉണ്ടാക്കി അവളുടെ സോഷ്യൽ മീഡിയ പേജിൽ അങ്ങ് ഇടും. ഇത് നോക്കൂ മീനാന്റി, നിങ്ങളുടെ വീഡിയോ കണ്ടോ? ആൾക്കാര് കമന്റ് ഇടാനും തുടങ്ങി. ഞാൻ ഇതിന്റെ അഡ്രസ് ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും ആൾക്കാര് മാഗി ഓംലെറ്റ് തിന്നാൻ എന്തായാലും വരും. അപ്പൊ ശരി ആന്റി, ഞാൻ പോട്ടെ. എന്തായാലും നല്ല മാഗി ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. ശരി മോളെ, എന്നെക്കുറിച്ച് ആലോചിച്ച് ഇത്രയൊക്കെ ചെയ്തു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇടയ്ക്ക് വരണേ. ഉറപ്പായിട്ടും ആന്റി, ഞാൻ എന്റെ കൂട്ടുകാരെ കൊണ്ടുവരാം. ആ പെൺകുട്ടി അവിടെ നിന്ന് പോകും. മീന വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. മീനയുടെ ഭർത്താവിന്റെ അനിയൻ ഭയങ്കര കുടികാരനും ചീത്തയായിരുന്നു. മീനയ്ക്ക് നല്ല പൈസയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മീനോട് കുശുമ്പ് തുടങ്ങി. കുറച്ചുനാൾ മുൻപ് അവനും മീനെപ്പോലെ മാഗി ഓംലെറ്റിന്റെ കടയിട്ടു. പക്ഷെ മീനെപ്പോലെ ടേസ്റ്റി മാഗി ഓംലെറ്റ് ഉണ്ടാക്കില്ല. അതുകൊണ്ട് അവന് ഭയങ്കര കുശുമ്പായിരുന്നു മീനയോട്. പതിയെ പതിയെ മീനയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായപ്പോ അവക്ക് ബിസിനസ് കൂടി. കുറച്ച് പൈസ ചേർത്ത് ഭർത്താവിന്റെ അസുഖത്തിന് ട്രീറ്റ്മെന്റ് തുടങ്ങി. പിള്ളേരെയും പഠിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു സ്കൂളിൽ വിടുകയും ചെയ്തു. മോനെ 5ാം ക്ലാസ്സിലും മോളെ 6ാം ക്ലാസ്സിലും അവൾ ഇടുകയും ചെയ്തു. ഒരു ദിവസം വൈകുന്നേരം മീന മാഗി ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപഭോക്താവ് അവിടെ ഉണ്ടായിരുന്നു. 2 സൂട്ട് കൂട്ടൊക്കെ ഇട്ട ആൾക്കാരവിടെ വന്നു. നിങ്ങളുടെ പേര് മീന എന്നാണോ? നിങ്ങളുടെയാണോ ഈ കട? നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ. അതെ, ഞാനാണിത് നടത്തുന്നത്. പക്ഷെ എന്താണ്? ഞങ്ങൾ ഫുഡ് ഇൻസ്പെക്ടേഴ്സ് ആണ്. ഞങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ കിട്ടിയ അറിവനുസരിച്ച് നിങ്ങൾ വൃത്തിയില്ലാത്ത ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അത് ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഞങ്ങളറിഞ്ഞത് നിങ്ങളിവിടെ വൃത്തിയാക്കത്തില്ലെന്നാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളോട് ആരൊക്കെയോ എന്നെക്കുറിച്ച് തെറ്റായ വിവരമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ മുഴുവനും പരിശോധിക്കാം. നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ. എന്റെ വണ്ടിയിൽ ഒരു അഴുക്കും ഉണ്ടാവില്ല. ഉപഭോക്താവ് ഇവിടെ നിൽക്കല്ലേ, നിങ്ങൾ അവരോട് ചോദിക്കൂ. ഞങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഓർഡർ കിട്ടി, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. മാറ്, ചെക്ക് ചെയ്യട്ടെ. ഇതെന്താ, പഴയ മുട്ടയൊക്കെയാണോ? വൃത്തിയില്ല. ഈ കട പൂട്ടിക്കോ. ഇനി ഈ കട ഇവിടെ തുടർന്നാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കുന്നതാണ്. പോയിക്കോളൂ. എന്റെ സാറേ, ഇത് തെറ്റാണ്. എന്റെ സാധനം എന്തിനാണിങ്ങനെ നശിപ്പിച്ചത്? ഇത് ശരിയായ കാര്യമല്ല. ഉപഭോക്താക്കളെല്ലാം പേടിച്ചു പോയിരുന്നു. പക്ഷെ ആർക്കും അവളെ സഹായിക്കാൻ ധൈര്യമുണ്ടായില്ല. മീനയുടെ കട മുഴുവൻ തകർത്ത് ആ ഫുഡ് ഇൻസ്പെക്ടർ അവിടെന്ന് പോയി. മീനയ്ക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. 2 ദിവസം അവൾ കാത്തിരുന്നു ആരെങ്കിലുമൊക്കെ വരുമെന്ന്. പക്ഷെ അവിടെ ആരും വന്നില്ല. പ്രകാശിന്റെ കടയിൽ തിരക്കും കൂടാൻ തുടങ്ങി. ആ മീന ഒരു കള്ളി തന്നെയാ. കണ്ടോ, എങ്ങനെയാ കച്ചവടം നടത്തേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക. മീനയുടെ ഭർത്താവിന്റെ അനിയൻ ഭയങ്കര സന്തോഷിച്ചു. കാരണം അവനാണല്ലോ ഇത് ചെയ്തത്. അപ്പോഴേക്കും അവിടെ ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടവൾ അവളുടെ കൂട്ടുകാരികളുടെ കൂടെ അവിടെ എത്തുന്നു. പക്ഷെ മീനയുടെ ഈ അവസ്ഥ കണ്ട് അവൾക്ക് ഒരുപാട് വിഷമമാകും. ആന്റി, എന്തേലും കാർഡ് വല്ലതും കണ്ടിരുന്നോ? ആ വന്ന ഫുഡ് ഇൻസ്പെക്ടറിന്റെ എന്തേലും പേരെന്തേലും അറിയാമോ? എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അറിയില്ല മോളെ, ഞാനൊരു പാവപ്പെട്ട പഠിക്കാത്തവൾ. എനിക്കിതൊക്കെ എന്തറിയാം? മറ്റുള്ളവർക്ക് ഒരു ധൈര്യവും ഉണ്ടായില്ല. ഷേർലി, ഒരു മിനിറ്റ്, ടെൻഷൻ അടിക്കണ്ട. എന്റെ അച്ഛന്റെ ഫ്രണ്ടും ഫുഡ് ഇൻസ്പെക്ടർ അല്ലേ? അദ്ദേഹത്തിന് എന്തായാലും ഈ കാര്യം അറിയായിരിക്കും. ചിലപ്പോ അദ്ദേഹത്തിന് നമ്മൾ സഹായിച്ചേക്കാം. ശരി സരിത, നീ നിന്റെ അച്ഛനെ ഒന്ന് വിളിച്ചേ. പാവ ആന്റിയുടെ ഒന്ന് സഹായിക്കായിരുന്നു. സരിത അവളുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ വേറെ തന്നെയായിരുന്നു. ഷേർലി മീനാന്റിനെ ചതിച്ചത് തന്നെയാണ്. ഒരു ഫുഡ് ഇൻസ്പെക്ടറും ഈ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് അറിവ്. ഇത് ആരുടെ അടവ് തന്നെയാ. ഈ ആന്റീനെ പറ്റിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. എന്താ? അവര് ഫുഡ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പിന്നെ ആരായിരുന്നു?
ആന്റി, സരിതയുടെ അച്ഛൻ സംസാരിക്കുകയാണ്, നമുക്ക് നോക്കാം. ആന്റിക്ക് ആരെങ്കിലും സംശയമുണ്ടോ ആന്റിയുടെ ഈ ചതി ചെയ്യാൻ മാത്രമായിട്ട്? എനിക്കെല്ലാം മനസ്സിലായി മോളെ. ആ മുമ്പിലത്തെ കട കാണാമോ? അതെന്റെ ഭർത്താവിന്റെ അനിയനാണ് അവിടെ. അദ്ദേഹത്തിന് എന്നോട് വെറുപ്പാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കളി തന്നെയാ. ഇതുവരെ എന്നോട് ഈ കാര്യം ചോദിച്ചിവിടെ വന്നില്ല. ടെൻഷൻ ആവണ്ട ആന്റി, അദ്ദേഹം തന്നെ എല്ലാം പറയും. ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താ മതി. മീന പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഭർത്താവിന്റെ അനിയനെതിരെ കേസ് കൊടുക്കും. പോലീസിനെ പേടിച്ച് എല്ലാ കാര്യങ്ങളും അവൻ പറയും. ആ 2 വ്യക്തികളെ പോലീസ് അങ്ങ് അറസ്റ്റ് ചെയ്യും. അത് ഫുഡ് ഇൻസ്പെക്ടറൊന്നും അല്ല, അത് പ്രകാശിന്റെ ആൾക്കാരായിരുന്നു. എന്നോട് ക്ഷമിക്കണം ഇൻസ്പെക്ടർ സാറേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. മീന, നിനക്കറിയില്ലേ, വീട്ടിൽ എൻ്റെ വരുമാനം മാത്രമേ ഉള്ളൂ. ഞാൻ ജയിലിലായാൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പട്ടിണിയിലാകും. നിനക്കറിയില്ലേ? ഇൻസ്പെക്ടർ സാർ, ഇവനെ വിട്ടേരെ. വീട്ടിൽ ഇവനെയും കാത്ത് ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ. എനിക്ക് അവരെ ഓർത്തല്ലേ പറ്റൂ. ആ ശരി, നിങ്ങൾ പറഞ്ഞോണ്ട് വിട്ടയക്കാം. പക്ഷേ ഒരു കാര്യം ഓർത്തോ, ഇനി ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഞാൻ പിടിച്ചകത്തിടും കേട്ടോ. മീനയുടെ മനസ്സ് പ്രകാശിനെ പോലെ കല്ലല്ല. മീന പ്രകാശിനോട് ക്ഷമിച്ച് ആ റിപ്പോർട്ട് തിരിച്ചെടുത്തു. പക്ഷെ പോലീസ് പ്രകാശിന്റെ അടുത്ത് അവിടെ മാഗിയും ഓംലെറ്റ് ഉണ്ടാക്കുന്ന കട വെക്കണ്ടെന്ന് പറഞ്ഞു. മീനയുടെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചതിന് അതിന് പകരമായിട്ട് വേറെ വാങ്ങിച്ചു കൊടുക്കാനും പറഞ്ഞു. ആ ദിവസത്തിന് ശേഷം മീനേനെ പ്രകാശ് ഇതുവരെ ശല്യപ്പെടുത്തിയില്ല. മീന വീണ്ടും കഷ്ടപ്പാടോടെ തന്നെ കട നടത്തി. ഇപ്പൊ മീനയുടെ ഭർത്താവിന്റെ അസുഖം മാറിക്കിട്ടി. അതുകൊണ്ട് അവനും മീനയെ സഹായിക്കാൻ അവിടെ വരുമായിരുന്നു. ആ പെൺകുട്ടികൾ മീനനെ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് തന്നെ മീന അവരോട് ഒരുപാട് നന്ദിയും പറഞ്ഞു. ശംഭു വടയുണ്ടാക്കുന്ന കട നടത്തിയിരുന്നു. അത് വിറ്റായിരുന്നു അവന്റെ വീട്ടുചിലവ് നടന്നിരുന്നത്. കുറച്ചു ദിവസങ്ങളായി ശംഭു വിഷമത്തിലായിരുന്നു. ഒരു ദിവസം, വീട്ടുടമ വാടക ചോദിക്കുന്നുണ്ട്. ഒരാഴ്ച സമയം തന്നിട്ടുണ്ട്. എന്തു ചെയ്യാനാ, നേരത്തെ കടയിൽ വട വിറ്റ് നന്നായി സമ്പാദിച്ചതാണ്. ഇപ്പോൾ അധ്വാനം മാത്രമുണ്ട്. 100 200 വല്ലതും കിട്ടും. അതുകൊണ്ട് എന്തു ചെയ്യാനാണ്, കച്ചവടം നേരത്തെ പോലെ കിട്ടുന്നതേയില്ല. പക്ഷേ എന്താ അങ്ങനെ? ഞാൻ എത്ര ദിവസം കൊണ്ട് ചോദിക്കുക, എന്നോടൊന്നും പറയുന്നില്ല. വട വലിപ്പമുള്ളതുമാക്കി സാധനങ്ങളും ധാരാളം ഇടുന്നുണ്ട്, എന്നിട്ടും സമ്പാദിക്കാൻ പറ്റുന്നില്ല. എന്തു പറയാനാ സുജാതെ, കടയുടെ അടുത്തായി പാനിപൂരിയുടെ കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ ആ കടക്കാരൻ വടയും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൈകൊണ്ടുള്ളത് ആർക്കും വേണ്ട. എന്റെ കടയിൽ മുൻപ് വന്നിരുന്നവരൊക്കെ ഇപ്പോൾ എന്റെ കടയിലേക്ക് വരുന്നതേയില്ല. ഇപ്പോൾ എന്റെ കച്ചവടം കൂടുതൽ കുറഞ്ഞു. എന്റെ കച്ചവടം അവസാനിപ്പിക്കേണ്ട സമയമായി. ഇനി വേറെ വഴി എന്തെങ്കിലും കണ്ടെത്തണം. ശംഭു മുഴുവനായും നിരാശനായിരുന്നു. ശംഭു ചിന്തിച്ചു വട വിൽക്കുന്ന സമയം മാറ്റാമെന്ന്. അതുകൊണ്ട് വൈകുന്നേരത്തിന് പകരം അവൻ രാവിലെ വിൽക്കാനും തുടങ്ങി. രാവിലെ അവൻ വടയുണ്ടാക്കി വിറ്റ് കുറച്ചൊക്കെ സമ്പാദിക്കാനും തുടങ്ങി. കേട്ടിട്ടില്ലേ, കുറച്ചുപേരുടെ ജോലി തന്നെ മറ്റുള്ളവരുടെ ജോലി നശിപ്പിക്കലാണ്. ഒരിക്കൽ ശംഭു ഒരു 11 മണിയോളം വട വിൽക്കുകയായിരുന്നു. അപ്പോൾ അവന്റെ കടയിലേക്ക് കുറച്ചാൾക്കാർ വന്നു. ഇത് എല്ലാം അടുത്തു നിന്നിരുന്ന ചായക്കടക്കാരൻ മുതലാളി സന്ദീപ് കാണുന്നുണ്ടായിരുന്നു. അടുത്ത് അവന്റെ ജോലിക്കാരനും ഉണ്ടായിരുന്നു. മദൻ, ഒരു കാര്യം പറ, ഈ ശംഭു വൈകുന്നേരമായിരുന്നില്ലേ കട തുറന്നിരുന്നത്? പക്ഷേ ഇപ്പോൾ എന്തു ചെയ്യുക ഇയാൾ? സന്ദീപ് ചേട്ടാ, അറിയില്ലേ, ശംഭു ഇപ്പോൾ രാവിലെയാണ് കച്ചവടം തുടങ്ങുന്നത്. അയാൾക്ക് മനസ്സിലായി കച്ചവടം വൈകുന്നേരം നമുക്കേ നടക്കുകയുള്ളൂന്ന്. അയാൾക്ക് കച്ചവടം കിട്ടില്ല. അതുകൊണ്ടാ അയാൾ രാവിലെ വന്ന് കച്ചവടം ചെയ്യുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കച്ചവടം ബാധിക്കില്ലേ? രാവിലെ എല്ലാവരും വന്ന് വട കഴിച്ചു പോയാൽ വൈകുന്നേരം ഇവിടെ ആരും വരില്ല. ഒരു കാര്യം ചെയ്, നമുക്കും രാവിലെ കടയിൽ ചോളെ പട്ടോരിയും കച്ചോരിയും ആലു പക്കോടയും മിഠായിയും വിൽക്കാം. നമുക്കും കച്ചവടം വേണ്ടേ? ശരി സന്ദീപ് ചേട്ടാ, നാളെ മുതൽ നമുക്ക് രാവിലെയും അങ്ങ് വന്നേക്കാം. ചായക്കടക്കാരൻ സന്ദീപും ശംഭുവിനെയും നോക്കി രാവിലെയും കഴിക്കാനും കുടിക്കാനുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ തുടങ്ങി. പാവം ശംഭു വീണ്ടും ദുഃഖിതനായി. കാരണം സന്ദീപിന്റെ കട രാവിലെയും വൈകുന്നേരവും തുറക്കാൻ തുടങ്ങി. ശംഭു എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരുന്നു തന്റെ കട അടയ്ക്കാമെന്ന്. പക്ഷേ സുജാത, അവൾ മിടുക്കിയായിരുന്നു. ശംഭു എല്ലാ കാര്യവും പറഞ്ഞപ്പോൾ അവൾ ശംഭുവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വട വിൽക്കാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. വ്യത്യസ്തമായ എന്തെങ്കിലും. വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കിയാലോ? വെള്ളം കൊണ്ടുള്ള വടയെന്ന് വെച്ചാൽ നാട്ടിൽ അമ്മയുണ്ടാക്കുന്നതല്ലേ? വെള്ളത്തിൽ പുതിനയും മസാലയും ഒക്കെ ഇട്ട് അതുകൊണ്ടല്ലേ അമ്മ വടയുണ്ടാക്കുന്നത്? അതല്ലേ നീ പറയുന്നത്? അത് തന്നെ, അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന വെള്ളവട. പക്ഷേ വെള്ളം കൊണ്ടുള്ള വട അമ്മയ്ക്കേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന വെള്ളം കൊണ്ടുള്ള വടയ്ക്ക് പ്രത്യേക സ്വാദാ. പക്ഷെ അമ്മ ഗ്രാമത്തിലല്ലേ. അമ്മ നഗരത്തിൽ വന്ന് താമസിക്കില്ലെന്നാണ് തോന്നുന്നത്. അമ്മയ്ക്ക് നാട്ടിൽ നിൽക്കാനാ ഇഷ്ടം. അമ്മയെ നഗരത്തിൽ കൊണ്ടുവരാം. നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കാതിരിക്കില്ല. ഒരിക്കൽ ശ്രമിച്ചു നോക്കാം. അമ്മ തനിച്ചുമാവില്ലല്ലോ. ഞാനും അമ്മയോടൊപ്പം കടയിൽ ജോലി ചെയ്യാം. എനിക്ക് വിശ്വാസമുണ്ട്
വെള്ളം കൊണ്ടുള്ള വട ഇവർക്ക് ഇഷ്ടമാകും. നമുക്ക് ഒരിക്കൽ ശ്രമിച്ചു നോക്കാമെന്നേ. സുജാത പറഞ്ഞത് കേട്ടപ്പോൾ ശംഭുവിന്റെ മനസ്സിൽ വിശ്വാസം വന്നു. രണ്ടുപേരും അമ്മയെ വിളിക്കാനായി ഗ്രാമത്തിലേക്കും പോയി. തന്റെ മക്കളുടെ ബുദ്ധിമുട്ട് കേട്ട് അമ്മ നന്നായി ചിന്തിക്കാൻ തുടങ്ങി. ശംഭുവിന്റെ ജോലി നന്നായി പോകുന്നില്ലെന്ന് ശംഭുവിന്റെ അമ്മ ശാന്തി കേട്ടപ്പോൾ സുജാതയും വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കുന്ന കാര്യവും പറഞ്ഞു. ശാന്തിദേവി ഉടനെ ചോദിച്ചു, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തുകൊണ്ട് നഗരത്തിലേക്ക് വരില്ല? ഉറപ്പായും വരും, നോക്കിക്കോളൂ. ഞാൻ എത്ര നന്നായി വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കുമെന്നാൽ ആൾക്കാരുടെ ഒഴുക്കാകും. അമ്മേ, ഞങ്ങൾക്കറിയാം അമ്മയ്ക്ക് ഞങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അമ്മേ, ഞാൻ ബുദ്ധിമുട്ടിലാണ്. അമ്മ കൂടെ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മാറും. ഉറപ്പായും വരാം. പോകാം മക്കളെ, ഞാൻ തയ്യാറാണ്. ശാന്തിദേവി അവരോടൊപ്പം നഗരത്തിലേക്കും വന്നു. അടുത്ത ദിവസം ശംഭുവും വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കാനുള്ള സാധനങ്ങളും വാങ്ങി. ശാന്തിദേവി ശംഭുവിനോടൊപ്പം സുജാതയോടൊപ്പം ചന്തയിലേക്ക് പോയി. അവിടെ വെള്ളം കൊണ്ടുള്ള വടയും ഉണ്ടാക്കി. ശംഭു തന്റെ കടയിലെ ബോർഡും മാറ്റി അവിടെ എഴുതി വെള്ളം കൊണ്ടുള്ള വട. ആൾക്കാർ വന്ന് ബോർഡ് വായിച്ചപ്പോൾ വെള്ളം കൊണ്ടുള്ള വട. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാൻ കടയിലേക്ക് വന്നു തുടങ്ങി. അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം നഗരത്തിൽ വെള്ളം കൊണ്ട് വടയുണ്ടാക്കുന്ന ശംഭുവിന്റെ അമ്മ നഗരത്തിൽ ഫേമസായി. ഇത് കണ്ട് അടുത്ത കടയിലെ മുതലാളി സന്ദീപ് ദേഷ്യപ്പെടാനും തുടങ്ങി. അയാളും കച്ചവടം കൂട്ടാൻ തന്റെ കടയിലും വെള്ളം കൊണ്ടുണ്ടാക്കുന്ന വടയുണ്ടാക്കാനും തുടങ്ങി. രാജു, നോക്ക്, നിന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചത് നീ മദന്റെ ചേട്ടനാണ്. അവൻ എന്നോട് പറഞ്ഞു നിനക്ക് വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കാൻ അറിയാമെന്ന്. ഇന്ന് നിന്റെ ആദ്യ ദിവസമാണ്. നീ എങ്ങനത്തെ വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കണമെന്നാൽ ആൾക്കാർ ഇവിടെ തന്നെ വരണം. വിഷമിക്കണ്ട സന്ദീപ് ചേട്ടാ, ഞാൻ അടിപൊളി വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കാം. അമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സന്ദീപ് വളരെ അസൂയുള്ളവനാണെന്ന്. നോക്കൂ, അവനും വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കാൻ ആളെയൊക്കെ വെച്ചിരിക്കുന്നു. എനിക്ക് പേടിയാകുന്നു, അയാൾ നമ്മുടെ ഈ തൊഴിലും നശിപ്പിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല മോനെ. ഞാൻ എങ്ങനെ വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കുന്നോ അതുപോലെ ആർക്കും ഉണ്ടാക്കാൻ വരില്ല. നീ കുറച്ച് ക്ഷമിക്ക്, നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും. അമ്മ പറഞ്ഞത് ശരിയാ. അമ്മയെപ്പോലെ വെള്ളം കൊണ്ടുണ്ടാക്കുന്ന പാനിപ്പൂരി ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല. നിങ്ങൾ വിഷമിക്കണ്ട. അയാൾക്ക് അമ്മയെപ്പോലെ വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കാൻ പറ്റില്ല. ശാന്തിദേവി പറഞ്ഞത് ശരിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ സന്ദീപിന്റെ കടയിൽ വെള്ളം കൊണ്ടുള്ള വട കഴിക്കാൻ പോയി. എന്നാൽ ഒരെണ്ണം എടുത്ത് അയാൾ കഴിച്ചപ്പോൾ, ഇത് എന്ത് വടയാണ് സന്ദീപ് ചേട്ടാ? ഒരു രുചിയുമില്ല. ഇത് ഒരു കാശിനും കൊള്ളില്ല. എന്റെ പണം തിരികെ തരൂ. വെള്ളത്തിന് ഒരു കൊഴുപ്പ് പോലുമില്ല. പിന്നെ വടയിൽ എണ്ണയുടെ പൂരവും. ഇയാൾക്ക് ഇത് ഉണ്ടാക്കാനൊന്നും അറിയില്ലെന്നേ. കഴിഞ്ഞ തവണ ഞാൻ അടുത്തുള്ള ആ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ വട കഴിച്ചു. എന്ത് രുചിയാ! ഞാൻ പോകുക. തന്റെ വടയേക്കാൾ അടുത്തുള്ള കടയിലെ വടയാണ് നല്ലത്. പ്രത്യേകിച്ച് വെള്ളം കൊണ്ടുള്ള ആ വട. തനിക്ക് ആ അമ്മ ഉണ്ടാക്കുന്നത് പോലെ വടയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലടോ. ഞാൻ അവിടേക്ക് പോകുക. ഇനി അവിടെയേ കഴിക്കുന്നുള്ളൂ. അയ്യോ, നിൽക്കൂ ചേട്ടാ. രാജു, നീ എന്ത് വെള്ളം കൊണ്ടുള്ള വടയാണ് ഉണ്ടാക്കുന്നത്? ആൾക്കാർ ദേഷ്യപ്പെട്ടു പോകുന്നു. നിൽക്ക്, ഞാനൊന്ന് തിന്നു നോക്കട്ടെ. സന്ദീപ് വെള്ളം കൊണ്ടുള്ള ആ വട കഴിച്ചിട്ട് അങ്ങനെ തന്നെ തുപ്പിക്കളഞ്ഞു. അത് സത്യത്തിൽ ഒട്ടും കൊള്ളില്ലായിരുന്നു. ഇത് എന്താണിത്? വൃത്തികെട്ട രുചി. നീ ഇങ്ങനത്തെ വെള്ളം കൊണ്ടുള്ള വടയുണ്ടാക്കിയാൽ ഇവിടെ ചാറ്റ് പക്കോട കഴിക്കുന്ന എല്ലാവരും ഇവിടെ നിന്നും പോകും. നീ വീട്ടിലേക്ക് പൊക്കോ. നിന്നെ ഇനി ഇവിടെ ജോലിക്ക് വേണ്ട. മദൻ, ഇവനെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. അപ്പോൾ ശാന്തിദേവിയും സുജാതയും സന്ദീപിന്റെ കടയിലേക്ക് വന്നു. സന്ദീപ് മോനെ, എനിക്ക് നിന്റെ അമ്മയുടെ പ്രായമുണ്ട്. അതുകൊണ്ട് നീ മനസ്സിലാക്കണം. മറ്റുള്ളവരെ അനുകരിക്കുന്നത് നിർത്തു. എന്തു ചെയ്യുന്നോ അതിൽ ശ്രദ്ധ പുലർത്താൻ നോക്ക്. നീ ആരുടെയും ശാപം ഏറ്റുവാങ്ങരുത്. ഈ വെള്ളം കൊണ്ടുള്ള വട ഞാൻ ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായാണ്. നീ ഇനി ആരെ കൊണ്ടുവന്നാലും അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ നിന്റെ പണി നോക്ക്, ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കാം. ബുദ്ധിയുള്ളവനെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ. ഇത് ഓർത്താൽ മതി. നീ ഞങ്ങളെ അനുകരിക്കാൻ പോകുന്ന ഓട്ടത്തിൽ നിന്റെ ജീവൻ നശിക്കും. അമ്മ പറഞ്ഞത് ശരിയാ. താൻ തന്റെ പണിയിൽ മാത്രം ശ്രദ്ധിക്ക്. ശാന്തിദേവിയും സുജാതയും സന്ദീപിനെ ഒരു പാഠം പഠിപ്പിച്ച് അവരുടെ കടയിലേക്ക് പോയി. സന്ദീപിന് മനസ്സിലായി, ശാന്തിദേവിയെപ്പോലെ വെള്ളം കൊണ്ടുള്ള വട അവിടെ അടുത്താർക്കും ചെയ്യാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് അയാൾ അതിനു ശ്രമിക്കാതെ അയാൾ മുൻപ് ചെയ്തിരുന്ന പണി തന്നെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അന്നുമുതൽ അയാളുടെ ശീലമങ്ങ് നിർത്തി. നഗരത്തിൽ മുഴുവനും വെള്ളം കൊണ്ട് വടയുണ്ടാക്കുന്ന ശാന്തിദേവി ദിവസവും ഫേമസ് ആയിക്കൊണ്ടേ വന്നു. ശംഭുവും സുജാതയും ഒരുപാട് സന്തോഷിച്ചു. കാരണം അവരുടെ അമ്മ കൂടെയുണ്ട്. Thanks for watching.